Good morning. Good morning, miss. Good morning, ma'am. തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കളർ കോഡ് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആതിര, ശ്രുതി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആഷ്ലി അല്ലേ? ആഷ്ലി അല്ല, ആഷ്ലി. ഓക്കെ, കറക്റ്റ്. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മള് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 6 കമ്പോണന്റുകൾ പഠിച്ചു. അതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് കളർ കോഡാണ് അല്ലെ, ISO സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കളർ കോഡുകൾ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കും. ഇനിയുള്ള ഭാഗങ്ങൾ എളുപ്പമാണ് കേട്ടോ, ഭയങ്കര ഈസിയാണ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഓൾവേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ് കേട്ടോ. ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. അപ്പൊ നമ്മളത് 4 കാറ്റഗറി ആയിട്ട് തിരിച്ച് പഠിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും നമ്മൾ എടുക്കേണ്ട ചില സേഫ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് ആണ്. അതായത് നമ്മളൊരു സിലിണ്ടറിനകത്തുള്ള കണ്ടന്റ് എന്താണ്, അത് തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട ചില സേഫ് പ്രാക്ടീസസ് ഉണ്ട്. ഓക്കെ, അതാണ് ഒരു വിഭാഗം, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലിണ്ടറിനകത്ത് എന്ത് കണ്ടന്റ് ആണോ ആ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് ആണ്. ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സുകൾ, അതായത് നമ്മൾ ഈ പറയുന്ന സിലിണ്ടറുകളെ പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് പ്രവർത്തന സുരക്ഷാ നടപടിക്രമങ്ങളാണ്, പരിശോധനകളാണ്. നമ്മൾ ഇങ്ങനെയുള്ള സിലിണ്ടറുകള് നമ്മൾ അത് പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ എടുക്കേണ്ട ചില സേഫ് പ്രാക്ടീസസ്. പിന്നെ പറയുന്നത് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഇത്തരം മെഡിക്കൽ വാതകങ്ങള് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗപ്പെടുത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. പിന്നെ ലാസ്റ്റ് പറയുന്നത് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണ്. അതായത് ഇങ്ങനെയുള്ള മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴോ എടുക്കേണ്ട സേഫ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്. അങ്ങനെ നമ്മൾ 4 ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ 4 വിഭാഗങ്ങളായിട്ട് സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് കേട്ടോ, പഠിക്കുന്നത്. എളുപ്പമാണ് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, കണ്ടന്റ്സ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. അതായത് നമ്മൾ ഓരോ ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള മെഡിക്കൽ വാതകങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഓരോ സിലിണ്ടർ വരുമ്പോഴും ആ സിലിണ്ടറിനുള്ളിൽ ഏത് വാതകമാണോ, ഓക്സിജൻ ആണോ, അതോ ലിക്വിഡ് നൈട്രജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, അങ്ങനെ അതത് സിലിണ്ടറുകളിലെ മെഡിക്കൽ ഗ്യാസ് അല്ലെങ്കിൽ കണ്ടന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. അതെന്താ പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കളർ കോഡ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഈ കളർ കോഡ് എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് റിലയബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് കളർ കോഡിങ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും കണ്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് അത് എന്താ പറയാ, ഉറപ്പിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതെന്താ കാരണം എന്ന് വെച്ചാല് സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ.
അതായത് ഈ സിലിണ്ടറിന്റെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകളുടെ കളർ കോഡിങ്ങിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഒരു സപ്ലയർ മാറുന്നതിനനുസരിച്ച് ഒരു പക്ഷെ അവർ ഉപയോഗിക്കുന്ന കളർ കോഡിങ്ങിലും ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വരാം. നമ്മൾ പറഞ്ഞു ISO സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് പൊതുവെ ഉപയോഗിക്കുന്ന കളർ കോഡുകൾ നമ്മൾ കണ്ടു. അത് അത്യാവശ്യം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കളർ കോഡാണ്. എങ്കിൽ കൂടിയും എന്താണ്, ചില സപ്ലയറുകൾക്ക് അനുസരിച്ച് സപ്ലയറുകൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡിങ്ങിൽ ഒരുപക്ഷെ ചേഞ്ചുകൾ വന്നേക്കാം. അതുകൊണ്ട് കളർ കോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും കണ്ടന്റുകളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് അത്ര ട്രസ്റ്റ് വർത്തിയല്ല. നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ അത് വിശ്വസിച്ച് അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ പിന്നെ അടുത്ത മാർഗം എന്താണെന്ന് എന്ത് ചെയ്യണം നോക്കുക. Do not disfigure or remove any markings, tags or stencil marks used for identification of contents attached by the gas vendor. ഗ്യാസ് വെണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് വിൽപ്പനക്കാരനാണ് കേട്ടോ. ഓക്കെ, ഗ്യാസ് സെയിൽ ചെയ്യുന്ന ആളാണ്. അപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗ്യാസ് വെണ്ടർ അവര് ഈ കണ്ടന്റുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും മാർക്കിങ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ രൂപഭേദം വരുത്താനോ പാടുള്ളത്. കാര്യം നമ്മൾ പറഞ്ഞു കളർ കോഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വിശ്വസിച്ച് അതിന്റെ കണ്ടന്റ് ഇന്നതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, മിക്കവാറും വരുന്ന സിലിണ്ടറുകളിൽ എന്തെങ്കിലും ടാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഗ്യാസ് വെണ്ടർ അതിന്റെ എന്താ പറയാ കണ്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർക്കിങ്സുകളോ ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊന്നും നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, റിമൂവ് ചെയ്യരുത്, എടുത്ത് കളയരുത്. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ഡിസ്ഫിഗർ ചെയ്യാനായിട്ടോ പാടുള്ളത്. ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട സെയിൽസ് പ്രാക്ടീസസ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? Cylinders which do not have a clearly written stamped or stenciled identification of the contents should not be used and the gas vendor should be contacted for the removal. അതായത് നമ്മൾ ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ, അതായത് കണ്ടന്റുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് എഴുതിയതോ സ്റ്റാമ്പ് ചെയ്തതോ സ്റ്റെൻസിൽ ചെയ്തതോ അല്ലാത്ത സിലിണ്ടറുകള് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമ്മൾ ഗ്യാസ് വെണ്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ വാങ്ങണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കളർ കോഡ് ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ടാഗുകളോ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഇത് രണ്ടും ഇല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു കാരണവശാലും സിലിണ്ടർ ഉപയോഗിക്കരുത്. കളർ കോഡും ഇല്ല, ടാഗും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള സിലിണ്ടർ ആണെങ്കിൽ നമ്മളത് ഉപയോഗിക്കരുത്. എത്രയും പെട്ടെന്ന് ഗ്യാസ് വെണ്ടറിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ അത് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മളത് വാങ്ങണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? റീഡ് ദ MSDS ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കിടപ്പുണ്ട് കേട്ടോ. MSDS അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. MSDSന്റെ ഫുൾ ഫോം ആദ്യം പഠിക്കുക. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ. എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. MSDSന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മെറ്റീരിയൽ METERIAL മെറ്റീരിയൽ സേഫ്റ്റി SAFETY എഴുതിയെടുക്കാം. സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കേട്ടോ. DATA ഡാറ്റ ഷീറ്റ് SHEET. ഓക്കെ, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഗിവ്സ് ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടന്റ്സ് ആൻഡ് കെമിക്കൽ പ്രോഡക്റ്റ് ഇൻ ദ സിലിണ്ടർ. അല്ലെ, ആ സിലിണ്ടറിനകത്ത് കറക്റ്റ് ആണ് കേട്ടോ. ആക്ച്വലി മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കേട്ടോ. ചിലപ്പോ SDS എന്ന് മാത്രം തരും, സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അങ്ങനെയും പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആണ് കേട്ടോ. അതിനാണ് കറക്റ്റ് ആണ്. അപ്പം ഇതില് ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷീറ്റ് ആണ് ശരിക്കും. ഓക്കെ, ഒരു ടാഗ് പോലെ ഒരു സംഭവമാണ്. അതിനകത്ത് ഇറ്റ് ഗീവ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ കെമിക്കൽ പ്രോഡക്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദാറ്റ് സിലിണ്ടർ. അതായത് ആ ഒരു സിലിണ്ടറിനകത്തുള്ള മെറ്റീരിയൽ എന്താണോ, കണ്ടന്റ് എന്താണോ എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ഷീറ്റാണത്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാല് അതിനകത്ത് ആ സിലിണ്ടറിനകത്ത് എന്ത് കണ്ടന്റ് ആണ്, എന്ത് ഗ്യാസ് ആണ്, അതുപോലെ ആ ഗ്യാസിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഗ്യാസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകള്, അതിന്റെ നേച്ചർ, പിന്നെ അതിന്റെ ഹസാർഡസ് ഇഫക്റ്റുകള്, ഓക്കെ, എന്താണ് അതിന്റെ ഏറ്റവും പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ അത്തരം സിലിണ്ടറുകൾ നമ്മൾ സെക്യൂർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ
എല്ലാ വിവരങ്ങളും ഈ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്, റീഡ് ദ MSDS, അങ്ങനെയുള്ള മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കൃത്യമായിട്ട് വായിക്കുക. ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിലും അത് കൃത്യമായിട്ട് ലേബൽ ചെയ്ത് രേഖപ്പെടുത്തി വെക്കുക. ഇതാണ് നമ്മുടെ ഒരു കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട സേഫ് പ്രാക്ടീസസ്. ഇതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഓരോ സിലിണ്ടറിനകത്തുള്ള മെഡിക്കൽ വാദങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. അതിന് നമുക്ക് കളർ കോഡ് മാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഗ്യാസ് സിലിണ്ടർ അത് തിരിച്ചറിയാനായിട്ട് വെക്കുന്ന ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ നമ്മൾ ഒരു കാരണവശാലും റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ഫിഗർ രൂപഭേദം വരുത്താനോ പാടുള്ളതല്ല. അങ്ങനെ വ്യക്തമായിട്ട് കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് മാർക്കിങ്സ് ഒന്നുമില്ലാത്ത സിലിണ്ടറിൽ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് എത്രയും പെട്ടെന്ന് നമ്മൾ മാറ്റി വാങ്ങണം. ഓക്കെ, പിന്നെ നമ്മള് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് അറിയാനായിട്ടുള്ള മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാത്തിനും അത് ലേബൽ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെയുള്ള സിലിണ്ടറുകൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് എടുക്കേണ്ട ചില സേഫ്റ്റി പ്രിക്കോഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്തെ എന്താണ്, സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. സിലിണ്ടറുകൾ എപ്പോഴും വളരെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്, അല്ലെ, സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, പിന്നെ നോക്കുക, നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ ടു എക്യുപ്മെന്റ്. അപ്പോ നമ്മൾ ഈ ഒരു സിലിണ്ടർ ഒരു എക്യുപ്മെന്റോ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ ആയിട്ടോ കണക്ട് ചെയ്യാത്ത പക്ഷം ഒരു കാരണവശാലും അതിന്റെ വാൽവ് ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ നമ്മുടെ വീടുകളില് ഇപ്പൊ നമ്മുടെ പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ ഉപയോഗം കഴിഞ്ഞ് എന്ത് ചെയ്ത് വെക്കും, അതിന്റെ വാൽവ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പൊതുവെ കിടക്കാൻ പോവുക. കാര്യം എന്താ, നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്നതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സിലിണ്ടർ നമ്മൾ ഒരു റെഗുലേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വാൽവ് എന്ത് ചെയ്ത് വെച്ചിരിക്കണം, ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ വാൽവുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. അതൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ നോക്കിയേ, ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നേക്കഡ് ഫ്ലെയിം. ഒരു കാരണവശാലും നമ്മൾ നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ലീക്കുകളൊന്നും ചെക്ക് ചെയ്യാനായിട്ട് പാടില്ല. ലീക്ക് എന്ന് അറിയാൻ നമ്മൾ തീപ്പെട്ടിക്കൂടി അയച്ചതിന്റെ വിവരമാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു കാരണവശാലും ലീക്കുകൾ നമ്മൾ നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ അടുത്തെന്താണ്, ഓപ്പൺ ആൻഡ് ക്ലോസ് ദ വാൽവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. നമ്മൾ ആവശ്യത്തിന് ഫോഴ്സ് ഉപയോഗിച്ച് മാത്രം ഈ പറയുന്ന എന്താ പറയാ വാൽവുകൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പാടുള്ളൂ. അല്ലാത്തൊരു ബലം ഒന്നും കൊടുത്ത് ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ ഒരു ബലപ്രയോഗം നടത്തിയത് വാൽവുകൾ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ ഒന്നും പാടില്ല. അത് വാൽവിന് കേടുപാടുകൾ വരും. അതുകൊണ്ടാണ് പറയുന്നത് റീസണബിൾ ഫോഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വാൽവുകൾ ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം. പിന്നെ അടുത്തത് എന്താണ്, ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് കീ ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് കീ ക്ലോക്ക് വൈസ്. ഇത് ഓർക്കാൻ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ പാചകവാതക സിലിണ്ടർ ഇല്ലേ, അത് ഓർത്താൽ മതി. അതിനകത്തൊരു റെഗുലേറ്റർ വെക്കില്ലേ, നമ്മളൊരു മഞ്ഞ കളർ റെഗുലേറ്റർ. അതെങ്ങനെയാ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്, എങ്ങനെയാ അല്ല ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാ, എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചിട്ടല്ലേ, അല്ലെ? വീട്ടിലെ കാര്യം ആലോചിച്ചാൽ മതി. നമ്മളിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതല്ല അതിന്റെ ഓഫ് എന്ന് പറയുന്നത്, അല്ലെ? അത് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ്, അതായത് ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോഴാണ് നമ്മൾ അത് ഓപ്പൺ ആവുന്നത്, അല്ലെ? അങ്ങനെയല്ല ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ നമ്മൾ തിരിക്കുന്നത്, ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോഴാണ്, ദാറ്റ് മീൻസ് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോഴാണ് അത് ഓപ്പൺ ആവുന്നത്. അതുപോലെ ക്ലോക്ക് വൈസ്, അതായത് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു വരും, അപ്പോഴാണ് അത് ക്ലോസ് ആവുന്നത്. അതെല്ലാം ആലോചിച്ചാൽ മതി. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് കീ ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോസ്. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത്, ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് കീ ക്ലോക്ക് വൈസ്, ദാറ്റ് മീൻസ് റൈറ്റിലോട്ട് തിരിക്കുമ്പോഴാണ് അത് ക്ലോസ്ഡ് ആവുന്നത്. ഓക്കെ, അങ്ങനെ തിരിച്ചു വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും കിടക്കാൻ പോകുന്നത്, അല്ലെ? ഓക്കെ, ഇനി നോക്കാം, ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്, വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. അതായത് നമ്മൾ ഈ പറയുന്ന സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയ അതെങ്ങനെയായിരിക്കണം, വളരെ സേഫ് ആയിരിക്കണം. ഓക്കെ, സേഫ് ആയിരിക്കണം. അതുപോലെ വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം. ആവശ്യത്തിന് വായു പ്രവാഹവും കാര്യങ്ങളൊക്കെ
ഉണ്ടായിരിക്കണം ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. ഏത് സമയത്തും നമ്മുടെ ക്ലീൻ ആയിരിക്കണം, വൃത്തിയായിരിക്കണം. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? ദ ഗ്രൗണ്ട് സർഫസ് ഷുഡ് ബി ഫെയർലി ലെവൽ ആൻഡ് ഫേം. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് പ്രിഫറബിളി കോൺക്രീറ്റ് ദാറ്റ് അലൗസ് ഫോർ ഈസി ട്രോളിംഗ് ആക്സസ്. അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് സർഫസ്, ദാറ്റ് മീൻസ് നമ്മൾ സിലിണ്ടറുകൾ വെക്കുന്ന ആ ഒരു ഗ്രൗണ്ട് സർഫസ് എപ്പോഴും എന്തായിരിക്കണം? ഫെയർലി ലെവൽ ആൻഡ് ഫേം, അത്യാവശ്യം നിരപ്പായിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ ചെരിവോ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഫെയർലി ലെവൽ ആയിരിക്കണം. ഗ്രൗണ്ട് സർഫസ് എപ്പോഴും ഒരു ലെവൽ ആയിരിക്കണം, അത്യാവശ്യം ഉറപ്പുണ്ടായിരിക്കണം, ഫേം ആയിരിക്കണം. അവർ പറയുന്ന അത്യാവശ്യം കോൺക്രീറ്റഡ് ആയിട്ട് ഫേം ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദാറ്റ് അലൗസ് ഫോർ ഈസി ട്രോളി ആക്സസ്. എങ്കിൽ മാത്രമേ നമുക്ക് ട്രോളി വെച്ച് സിലിണ്ടറുകളെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ സാധാരണ എന്താണ് പൊതുവെ നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിൽ, എല്ലാവരുടെ വീട്ടിലില്ല എന്ന് വെച്ചാൽ ട്രോളി മേടിക്കാറുണ്ട് അല്ലെ? നമ്മൾ സിലിണ്ടർ വെക്കാനായിട്ട് ഞാൻ പറ്റില്ല, ഒരു വട്ടത്തിൽ ഒരു ട്രോളി വീലൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ട്രോളി നമുക്ക് എന്താ പറയുക മൂവ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നിരപ്പായിട്ടുള്ള സ്ഥലത്തല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് കേട്ടോ. ദാറ്റ് അലൗസ് ഫോർ ഈസി ട്രോളി ആക്സസ്. ഈസി ആയിട്ട് നമുക്ക് ട്രോളി ഉപയോഗിച്ച് സിലിണ്ടറുകളെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അറിയാലോ ഇത്തരം കാര്യങ്ങൾ. അടുത്തത് എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് കേട്ടോ. നമ്മളിത് കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അതർവൈസ്. ആ വെർട്ടിക്കൽ പൊസിഷൻ ഉള്ളതെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. അതിങ്ങനെ ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സിലിണ്ടറുകളെ എപ്പോഴും ഏത് പൊസിഷനിൽ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്? വെർട്ടിക്കൽ പൊസിഷൻ. ദാറ്റ് മീൻസ് നമ്മൾ നിവർത്തി വെച്ച് വേണം എപ്പോഴും സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ. അല്ലാണ്ട് ഇങ്ങനെ കിടത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ചെരിച്ച് വെച്ചിട്ടോ കമത്തി വെച്ചിട്ടോ ആണോ നമ്മൾ സിലിണ്ടർ ഉപയോഗിക്കണേ? അല്ല, വെർട്ടിക്കൽ പൊസിഷൻ, ശരി നിവർന്നിരിക്കുന്ന പൊസിഷൻ അല്ലെ? ആ ഒരു രീതിയിലാണ് നമ്മൾ സിലിണ്ടറുകൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം പറയുന്നുണ്ട് ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അതർവൈസ്. മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെടാത്ത പക്ഷം എല്ലാ സിലിണ്ടറുകളും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വെർട്ടിക്കൽ പൊസിഷനിൽ നിവർത്തി വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ചില സ്പെഷ്യൽ കേസിലൊക്കെ ചിലപ്പോൾ അവർ പറയും ഈ രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. അല്ലാത്ത കേസിൽ നമ്മൾ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ വേണം ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗപ്പെടുത്താൻ. അതുപോലെ gas cylinders should always be safely regulated to prevent them falling over. അതുപോലെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും വളരെ സേഫ് ആയിട്ട് വേണം നമ്മളതിനെ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട്. എന്തുകൊണ്ടാണ്? ടു പ്രിവെന്റ് ദം ഫാളിംഗ് ഓവർ. അത് ചിലപ്പോൾ സിലിണ്ടറുകൾ ഇങ്ങനെ മറിഞ്ഞ് ചാടുകയോ അല്ലെങ്കിൽ നിലത്തേക്ക് ഇങ്ങനെ വീഴോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സേഫ് ആയിട്ട് വേണം നമ്മള് സിലിണ്ടറുകളെ എന്ത് ചെയ്ത് വെക്കാനായിട്ട്, സൂക്ഷിക്കാനായിട്ട്. നമ്മൾ വല്ല ബെൽറ്റോ അല്ലെങ്കിൽ ചെയിനോ സ്ട്രാപ്പുകളൊക്കെ വെച്ച് എപ്പോഴും നമ്മൾ അത് ഇരിക്കുന്ന പൊസിഷനിൽ ടൈറ്റ് ചെയ്ത് വെക്കണം. അല്ലാണ്ട് ഒരിക്കലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ച സിലിണ്ടർ മറിഞ്ഞു വീഴാനോ അങ്ങനെയൊന്നും ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സേഫ് ആയിട്ട് വേണം അതിനെ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, പിന്നെന്താണ്? സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് ടു എ ട്രോളി വെൻ ബീയിങ് ഷിഫ്റ്റഡ് കേട്ടോ. പിന്നെ പരമാവധി നമ്മള് എന്താ പറയാ സിലിണ്ടറുകളെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രോളി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ എടുത്ത് പൊക്കി പോകാനും പിടിച്ചു വലിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മളൊരു ട്രോളിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സൗകര്യമുണ്ട്. അപ്പൊ പരമാവധി സിലിണ്ടർ എപ്പോഴും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുപയോഗിക്കാം? ട്രോളി ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ എന്താണ്? മേക്ക് ഷുവർ ദാറ്റ് the cylinder or gas is the right one for the intentional use. എന്താണ്? make sure that the cylinder or gas is the right one for the intentional use. അതായത് ഓരോ മെഡിക്കൽ വാതകങ്ങളും ഓരോ മെഡിക്കൽ ഗ്യാസ് സിലിണ്ടറുകളും അതത് പർപ്പസിന് അനുയോജ്യമായിട്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തണം. ഇന്റൻഷണൽ യൂസിന് വേണ്ടിയിട്ട്, ഇന്റൻഷണൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ മെഡിക്കൽ ഗ്യാസിനും ഓരോരോ യൂസ് ആണ് അല്ലെ? ഇപ്പൊ ഒരു ഓക്സിജൻ ആണെങ്കിൽ നമുക്കറിയാം റീസസിറ്റേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഒരു കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ നമുക്ക് ഇൻസപ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ അനസ്തെറ്റിക് അനാൾജസിക് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ? അങ്ങനെ ഓരോ മെഡിക്കൽ ഗ്യാസിനും അതിൻ്റെതായ ഇന്റൻഷണൽ യൂസ് ആൻഡ് പർപ്പസ് ഉണ്ട്. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകങ്ങള് അല്ലെങ്കിൽ സിലിണ്ടറുകൾ എന്ന് പറയുന്നത് അതത് എന്താണ് ഉപയോഗത്തിന് അനുസൃതമാണ്, അതത് ഉപയോഗത്തിന് അനുയോജ്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ,
ഓക്കെ. ഇപ്പൊ ഒരു ഇൻസഫലേഷൻ പർപ്പസിനാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അല്ലാണ്ട് ഓക്സിജൻ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഓരോന്നിനും അതിന്റെ യൂസിന് അനുയോജ്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, sort out and obviously mark full and empty cylinders കേട്ടോ. അതുപോലെ ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകൾ, കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം, സോർട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. തരംതിരിച്ച് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, കാലിയായിട്ടുള്ള സിലിണ്ടർ ഏതാണ്, ഫുൾ സിലിണ്ടർ ഏതാണ്, അങ്ങനെയുള്ളത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് തന്നെ തരംതിരിച്ച് ലേബൽ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ be dressed in appropriate personal protective equipment like safety shoes and safety spectacles. ഇനി നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഷൂസുകള്, സേഫ്റ്റി സ്പെക്ടക്കിൾസ് ഒക്കെ പോലെയുള്ള സുരക്ഷാ ഷൂസുകള്, സുരക്ഷാ കണ്ണടകള്, അങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകള് എന്ത് ചെയ്യാം, ധരിക്കാം. കാര്യം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. കാര്യം ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസ് ആണ്, അതിന് അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ അല്ലെങ്കിൽ ഹസാർഡസ് ഇഫക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി ഷൂസുകള്, സേഫ്റ്റി സ്പെക്ടക്കിൾസ് ഒക്കെ നമ്മൾ ധരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് എന്താണ്, നെവർ റോൾ, ഡ്രാഗ് ഓർ ഡ്രോപ്പ് സിലിണ്ടേഴ്സ് ഓർ അലൗ ദം ടു സ്ട്രൈക്ക് ഈച്ച് അതർ. അതുപോലെ ഒരു കാരണവശാലും നമ്മൾ സിലിണ്ടറുകൾ ഉരുട്ടാനോ അല്ലെങ്കിൽ വലിക്കാനോ അല്ലെങ്കിൽ പിടിച്ച് എന്താ പറയാ റോൾ ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. സിലിണ്ടർ ചിലപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ടൊക്കെ പോകും, അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നെവർ റോൾ, ഡ്രാഗ് ഓർ ഡ്രോപ്പ് സിലിണ്ടേഴ്സ്, മനസ്സിലായല്ലോ. സിലിണ്ടറുകൾ ഒരിക്കലും നമ്മൾ വലിക്കാനോ ഉരുട്ടാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാനോ ഒന്നും പാടില്ല. അതുപോലെ നമ്മൾ സിലിണ്ടറുകളൊക്കെ വെക്കുന്ന സമയത്ത് പരസ്പരം കൂട്ടി ഇടിക്കാത്ത രീതിയിലൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെന്താണ്, ടേൺ ഓഫ് ഓൾ വാൽവ്സ് വെൻ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ് കേട്ടോ. സിലിണ്ടറുകൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്ത് വെക്കാം, വാൽവുകൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പൺ ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപയോഗിക്കാത്ത സമയത്ത് സിലിണ്ടറുകൾ എപ്പോഴും സിലിണ്ടറുടെ വാൽവുകൾ നമ്മൾ എന്ത് ചെയ്ത് വെക്കാം, ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ when the cylinder is not in use, the valve protection cap shall be in place to protect the valve. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വാൽവ് ക്ലോസ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. അത് കൂടാതെ ഒരു വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ അതിന് മുകളിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ വാൽവിന് ഒരു പ്രൊട്ടക്ഷൻ, വാൽവിനാലും ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ പറയാ ഗ്യാസ് പുറത്തോട്ട് വന്നാലോ. അപ്പൊ അതുകൊണ്ട് വാൽവിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, ആ വാൽവ് നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് അതിന്റെ മുകളിൽ വെക്കുക. അല്ലെ, ഇപ്പൊ നമ്മള് കാര്യം ക്ലോസ് ചെയ്ത് വെച്ചാലും എന്തെങ്കിലും മുകളിൽ നിന്ന് വന്ന് വീഴുകയോ അല്ലെങ്കിൽ അറിയാതെ കയ്യോ കാലോ തട്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ട് ചിലപ്പോൾ ഇത് അറിയാതെ ഓപ്പൺ ആകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാൽവിനെ പ്രൊട്ടക്ട് ചെയ്ത് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ അതിന് മുകളിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അറിയാലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ വേറെ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നതാണ്, ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞത് വിചാരിച്ചത് മനസ്സിലായില്ലെന്ന് ചോദിച്ചാൽ മോശമാവോ, അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താന്ന് വെച്ചാല് അടുത്തത് കേട്ടോ, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. അതായത് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സേഫ്റ്റി പ്രിക്കോഷൻസ് കേട്ടോ. എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത്, വെൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് എ സിലിണ്ടർ ട്രോളി. നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ. നമ്മൾ സിലിണ്ടറുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ഉപയോഗിക്കാം, ട്രോളി ഉപയോഗിക്കാം കേട്ടോ. ട്രോളി ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ സിലിണ്ടറുകൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഒരിക്കലും ഉരുട്ടാനോ വലിക്കാനോ തട്ടിയിടാനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, യൂസ് ആക്ട് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്സ് ആൻഡ് കവേഴ്സ് ടു ദ സിലിണ്ടേഴ്സ് ബിഫോർ ട്രാൻസ്പോർട്ടിംഗ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോയിന്റാണ് കേട്ടോ. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ, കവറുകളൊക്കെ ധരിക്കാം. നമ്മളെല്ലാം അതിന്റെ വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ, കവറുകളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന സിലിണ്ടറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത് എന്താണ്, ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്സ്. ഓക്കെ, ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്പ്. വാൽവ് ക്യാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സിലിണ്ടറുകൾ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ്. ഒരിക്കലും നമ്മൾ ആ ക്യാപ്പുമ്മ പിടിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സിലിണ്ടറിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല.
ഓക്കെ, വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് വാൽവ് ക്യാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്യാപ്പിനെ ഇങ്ങനെ പിടിച്ചൊരു കാരണവശാലും നമ്മള് സിലിണ്ടർ ഇങ്ങനെ പൊക്കിയെടുക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, പിന്നെന്താണ്, ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് റെഗുലേറ്റർ അറ്റാച്ച്ഡ്. അതുപോലെ ഒരിക്കലും റെഗുലേറ്ററുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് സിലിണ്ടറുകൾ എന്ത് ചെയ്യരുത്, ഷിഫ്റ്റ് ചെയ്യരുത്. റെഗുലേറ്റർ മാറ്റി വെക്കണം, വാൽവ് ക്ലോസ് ചെയ്ത് ആ റെഗുലേറ്റർ അടക്കം മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സിലിണ്ടറുകളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും റെഗുലേറ്ററിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് സിലിണ്ടറുകളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെന്താണ്, സിലിണ്ടേഴ്സ് മസ്റ്റ് ബി ഫാസ്റ്റൻഡ് സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ. നേരത്തെ പറഞ്ഞതാണ് സിലിണ്ടറുകൾ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അപ്രൈറ്റ് പൊസിഷൻ, നിവർത്തി വെച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ സിലിണ്ടറുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം. നമ്മൾ ഒരുപാട് നാളുകൾക്ക് വേണ്ടിയിട്ട്, ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കായിട്ട് ഒരിക്കലും നമ്മൾ സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്ത് വാങ്ങി സ്റ്റോർ ചെയ്യരുതെന്നാണ് പറയുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്യരുത്. എന്ത് ചെയ്യാൻ പാടുള്ളൂ, പർച്ചേസ് ഓൺലി റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്യാസ് ടു കവർ ഷോർട്ട് ടേം നീഡ്സ്. എപ്പോഴും ഷോർട്ട് ടേം നീഡ്സിനായിട്ട്, അതായത് നമുക്ക് അത്യാവശ്യം വരുന്ന ആവശ്യങ്ങൾ, ഒരുപാട് ലോങ് ടേമിലേക്കായിട്ടൊന്നും ഒരിക്കലും നമ്മള് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്ത് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കരുത്. ഷോർട്ട് ടേം നീഡ്സിന് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഗ്യാസ് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ ഇത് മെഡിക്കൽ വാതകങ്ങളാണ്, നമ്മൾ ഒരുപാട് കാലങ്ങളോളം ഉപയോഗിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിന് എന്തെങ്കിലും കോമ്പോസിഷനിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ഷോർട്ട് ടേം നീഡ്സിന് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം മെഡിക്കൽ വാതകങ്ങൾ അല്ലെങ്കിൽ സിലിണ്ടറുകൾ വാങ്ങി പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർലി സെക്യൂർ ദ സിലിണ്ടർ അറ്റ് ഓൾ ടൈംസ്, സ്ട്രാപ്സ്, ബെൽറ്റ് ഓർ ചെയിൻ. അതുപോലെ നമ്മൾ സിലിണ്ടറുകൾ എപ്പോഴും എങ്ങനെ വെക്കുക, ബെൽറ്റുകൾ അല്ലെങ്കിൽ സ്ട്രാപ്പുകൾ, ചെയിനുകളൊക്കെ ഉപയോഗിച്ച് എപ്പോഴും കെട്ടി വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിലിണ്ടറുകൾ വളരെ സേഫ് ആയിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. ഇത് മറഞ്ഞൊന്നും വീഴാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബെൽറ്റുകളോ അല്ലെങ്കിൽ വല്ല ചെയിനുകളോ സ്ട്രാപ്പുകളോ ഒക്കെ ഉപയോഗിച്ച് വളരെ സേഫ് ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, അടുത്തത് എന്താണ്, സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ കൂൾ, dry, well ventilated areas away from unsuitable materials and ignition sources. അതുപോലെ നമ്മൾ ഇത്തരം സിലിണ്ടറുകൾ വളരെ കൂൾ ആയിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള, വെൽ വെന്റിലേറ്റഡ്, അത്യാവശ്യത്തിന് വായു പ്രവാഹമുള്ള ഏരിയകളിൽ നിന്നും നമ്മൾ സിലിണ്ടറുകളെ സ്റ്റോർ ചെയ്യാനായിട്ട്. അതോടൊപ്പം away from unsuitable materials and ignition sources, ഈ ജ്വലന വസ്തുക്കൾ, പെട്ടെന്ന് തീ പിടിക്കുന്ന എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളോ അങ്ങനെയുള്ളതൊന്നും ഒരു കാരണവശാലും സിലിണ്ടറിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെന്താണ്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സ്റ്റോർഡ് away from the sources of ignition, other flammable materials or oxygen cylinders. ഈ പോയിന്റ് തന്നെയാണ്. അതായത് നമ്മൾ ജ്വലന വസ്തുക്കള്, പെട്ടെന്ന് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള, അല്ലെ, വളരെ എന്താ പറയുക, പെട്ടെന്ന് തീ പിടിക്കുന്ന മെറ്റീരിയൽസുകള്, അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകള്, അതിന്റെ അടുത്തൊന്നും ഒരു കാരണവശാലും നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകള് സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നും, ഫ്ലെയിമബിളിന്റെ അടുത്ത് വെക്കരുതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഓക്സിജൻ സിലിണ്ടറിന്റെ അടുത്ത് കൊണ്ട് വെക്കരുതെന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമുക്കറിയാം, ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തിന്റെ പ്രത്യേകത കത്താൻ സഹായിക്കുന്ന വാതകമാണ്, അല്ലേ? അതുപോലെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് എന്ത്, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ മതി, അടുത്ത ഓക്സിജൻ സിലിണ്ടർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഗ്യാസ് കത്താൻ സഹായിക്കും, അതിനെ സപ്പോർട്ട് ചെയ്യും. ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിന് വലിയൊരു തീയാക്കി മാറ്റാനായിട്ട് ആർക്ക് പറ്റും, ഓക്സിജൻ സിലിണ്ടറിന് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരം ഓക്സിജൻ സിലിണ്ടറിന്റെയോ മറ്റുള്ള ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസിന്റെയോ അടുത്ത് ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കാനായിട്ട് പാടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കിയേ, when not in use, store the gas cylinder safely and should be properly restrained. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വളരെ സേഫ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുക. അതുപോലെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്തിരിക്കുക. പ്രോപ്പർ ആയിട്ട് റീസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, ബെൽറ്റ്, ചെയിൻ, സ്ട്രാപ്പ് ഇതൊക്കെ വെച്ച് ശരിയായിട്ടുള്ള രീതിയിൽ വേണം അതിനെ വെക്കാനായിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലാണ് എടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചത് ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസ് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകളാണ്. ഓക്കെ ആണോ? മനസ്സിലായ ഇത്തരം കാര്യങ്ങള് എളുപ്പമാണ് കേട്ടോ, ഭയങ്കര സിമ്പിൾ ആണ്.
നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് നോക്കാം, സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ് കേട്ടോ. ഇനി നമ്മള് ഈ ഒരു സിലിണ്ടറിൽ നമ്മൾ വെക്കുന്ന റെഗുലേറ്റർ അല്ലെ, ഈ റെഗുലേറ്ററിന്റെ എന്താ പറയാ ഉപയോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ്, അതായത് നമ്മൾ റെഗുലേറ്റേഴ്സ് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം എന്താണ് റെഗുലേറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടോ. എന്താണ് റെഗുലേറ്റർ? ഫസ്റ്റ് പോയിന്റ് കേട്ടോ. എ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ്സ് ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ ആൻഡ് ലെസൻസ് ഇറ്റ് ടു എ മച്ച് ലോവർ വർക്കിംഗ് പ്രഷർ. പ്രസിംഗ് അല്ല, പ്രഷർ എന്നാണ് കേട്ടോ. ക്ലിയർ? അത് ഫുൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. എന്താണ് റെഗുലേറ്റർ? എന്താണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ ഡിവൈസ്, അതൊരു ഡിവൈസ് ആണ്. എന്ത് ഡിവൈസ് ആണ്? ദാറ്റ് ആക്സെപ്റ്റ്സ് ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ, അതായത് ഉയർന്ന മർദ്ദത്തിലെ വാതകത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ താഴ്ന്ന മർദ്ദത്തിലേക്ക് മാറ്റുവാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻ ദ റെഗുലേറ്റർ. ഓക്കെ, റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ്സ് ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ, ഉയർന്ന മർദ്ദത്തിലെ ഗ്യാസിനെ സ്വീകരിക്കുകയും അതിനെ ലെസൻസ് ഇറ്റ് ടു എ മച്ച് ലോവർ വർക്കിംഗ് പ്രഷർ, അതിനെ താഴ്ന്ന മർദ്ദത്തിലോട്ട് കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടില് സിലിണ്ടർ ഉണ്ടല്ലോ, ഈ സിലിണ്ടറിനകത്ത് ഉള്ള ഗ്യാസ് എന്ന് പറഞ്ഞാല് അത് അത്രയും കംപ്രസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് ആണ് അല്ലെ. നമ്മൾ അതിന് പുറത്തോട്ടേക്ക് വിടുന്നത് വളരെ റെഗുലേറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. ഉള്ളിൽ നല്ല ഹൈ പ്രഷറിൽ ഇരിക്കുന്ന വാതകമാണ് അല്ലെ. ആ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ റെഗുലേറ്റർ ഉള്ളത് കൊണ്ടാണ്, ആ റെഗുലേറ്ററിലൂടെയാണ് ആ അത്രയും പ്രഷറിൽ ഇരിക്കുന്ന ഗ്യാസിന് നമ്മൾ ലോവർ പ്രഷറിലോട്ട് മാറ്റി അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആ ഒരു റെഗുലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ആണല്ലോ. ഓക്കെ, അത് ഓർത്താൽ മതി. ഇനി എന്താണെന്ന് നോക്കിയേ, റെഗുലേറ്റേഴ്സ് ആണ് ഗ്യാസ് സ്പെസിഫിക്. ഗ്യാസ് എന്നാണ് ഗ്യാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അല്ലെങ്കിൽ തിരുത്തണം കേട്ടോ. ഗ്യാസ് എന്നാണ് കേട്ടോ, GAS. ഓക്കെ, റെഗുലേറ്റേഴ്സ് ആണ് ഗ്യാസ് സ്പെസിഫിക്. ബി ഷുവർ ടു യൂസ് ദ പ്രോപ്പർ റെഗുലേറ്റർ ഫോർ ദി ഗ്യാസ് ടാങ്ക് ഇൻ ദ സിലിണ്ടർ. ഇനി നമ്മൾ ഈ പറയുന്ന റെഗുലേറ്ററുകൾ ഉണ്ടല്ലോ, അത് ഗ്യാസ് സ്പെസിഫിക് ആണ്. അതായത് ഗ്യാസ് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോ മെഡിക്കൽ ഗ്യാസ് വളരെ സുരക്ഷിതമായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് അതിനനുസരിച്ചുള്ള റെഗുലേറ്ററുകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ഓക്സിജൻ സിലിണ്ടറിൽ ഉപയോഗിക്കുന്ന അതിനായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള റെഗുലേറ്റർ ഉണ്ട്. ഓക്കെ, ആ റെഗുലേറ്റർ എടുത്ത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് ഉപയോഗിക്കാനുള്ള റെഗുലേറ്റർ, അതിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള റെഗുലേറ്റർ ആണ്. അതെടുത്ത് നമുക്ക് ഒരിക്കലും നൈട്രജൻ സിലിണ്ടറിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ റെഗുലേറ്ററും ഗ്യാസ് സ്പെസിഫിക് ആണ്. എന്ന് വെച്ചാൽ അതത് ഗ്യാസുകളുടെ തരത്തിനനുസരിച്ച് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഓരോ റെഗുലേറ്ററും. ആ റെഗുലേറ്റർ എടുത്ത് നമുക്ക് മറ്റുള്ള ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസ് സ്പെസിഫിക് ആണെന്ന് പറയുന്നത്. സോ ബി ഷുവർ ടു യൂസ് ദ പ്രോപ്പർ റെഗുലേറ്റർ ഫോർ ദ ഗ്യാസ് ടാങ്ക് ഇൻ ദ സിലിണ്ടർ. അപ്പൊ നമ്മൾ ഓരോ സിലിണ്ടറിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അതിനു വേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള റെഗുലേറ്ററുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ നോക്കുക, ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. അപ്പൊ നമ്മള് ഈ റെഗുലേറ്റർ ഒരു സിലിണ്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം എന്ത് നോക്കണം? റെഗുലേറ്റർ നോക്കണം, റെഗുലേറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനനുസരിച്ചുള്ള റെഗുലേറ്റർ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവര് പറയുന്നത് ഇഫ് ദ കണക്ഷൻസ് ഡു നോട്ട് ഫിറ്റ് ടുഗദർ റെഡിലി ദ റോങ് റെഗുലേറ്റർ ഇസ് ബീയിങ് യൂസ്ഡ്. നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ കണക്ഷൻസ് പെട്ടെന്ന് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ തെറ്റായ റെഗുലേറ്റർ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓക്കെ ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് അത് ഫിറ്റ് ആവും. അപ്പൊ പെട്ടെന്ന് ഫിറ്റ് ആയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? തെറ്റായിട്ടുള്ള റെഗുലേറ്റർ ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ ക്ലോസ് ദ സിലിണ്ടർ ആൻഡ് റിലീസ് ഓൾ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ. അത്രയും മതി കേട്ടോ. ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ അത് പറയണ്ട, ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ചെയ്താൽ മതി കേട്ടോ. അതായത് ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ ക്ലോസ് ദ സിലിണ്ടർ ആൻഡ് റിലീസ് ഓൾ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു റെഗുലേറ്റർ നമ്മൾ സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്യില്ലേ,
റിമൂവ് ചെയ്യുന്നത് പെട്ടെന്ന് ഓടി വന്ന റെഗുലേറ്റർ എടുത്ത് റിമൂവ് ചെയ്യരുത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിലിണ്ടർ ക്ലോസ് ചെയ്യണം. നമ്മുടെ വീട്ടിലെ കാര്യം ഓർത്താൽ മതി. സിലിണ്ടർ നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ആ റെഗുലേറ്ററിനകത്ത് വരുന്ന ആ പ്രഷറിനെ നമ്മൾ റിലീസ് ചെയ്ത് കളയണം. അങ്ങനെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ റെഗുലേറ്റർ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ. അടുത്തത് എന്താണ്? റെഗുലേറ്റേഴ്സ് ഷാൾ ബി റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും റെഗുലേറ്റർ വെച്ചുകൊണ്ട് സിലിണ്ടർ എന്ത് ചെയ്യരുത്? ഷിഫ്റ്റ് ചെയ്യരുത്. റെഗുലേറ്ററുകൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സിലിണ്ടറുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? റെഗുലേറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ? റെഗുലേറ്റർ ഗ്യാസ് സ്പെസിഫിക് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ, കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ ശരിയായ റെഗുലേറ്റർ ആണ്, പെട്ടെന്ന് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ തെറ്റായ റെഗുലേറ്റർ ആയിരിക്കും. എപ്പോഴും നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് റെഗുലേറ്റർ ആദ്യം നോക്കണം. റെഗുലേറ്റർ ഓക്കെ ആണെന്ന് വരുത്തിയതിനു ശേഷം മാത്രമേ അത് സിലിണ്ടർ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതുപോലെ എപ്പോഴും റെഗുലേറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം അതിന്റെ പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സിലിണ്ടറിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മുടെ വീട്ടിൽ എങ്ങനെയാ നമ്മളൊരു ഗ്യാസ് തീർന്നാൽ നമ്മള് എന്താ പറയാ സിലിണ്ടർ മാറ്റി വെക്കില്ലേ? അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളില്ലേ? അതന്നെ ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അടുത്ത എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കേട്ടോ. PPE അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Be dressed in proper personal protective equipment (PPE) when discharging lab operation tasks that involves compressed gases, long-sleeved lab coat, long pants, covered toe shoes, safety glasses and gloves. വേറൊന്നുമില്ല, നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിച്ചിരിക്കണം. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്ങനെയൊക്കെയുള്ളതാണ്? അദ്ദേഹം പറയുന്നുണ്ട്, ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട്, അതായത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകള്, ലോങ് പാൻസ് കവേർഡ് ടോ ഷൂസ്, അതായത് നമ്മുടെ കാലിലെ വിരലുകൾ വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ലോങ് പാന്റുകൾ നമ്മൾ ധരിക്കണം. സേഫ്റ്റി ഗ്ലാസുകൾ, സുരക്ഷാ കണ്ണടകള്, സേഫ്റ്റി ഗ്ലൗസുകള്, ഇതെല്ലാം ധരിച്ച് ഈ രീതിയിലുള്ള നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ അത് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഗ്ലാസുകളെ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, കഴിയാറായി. നമുക്ക് പഠിക്കാനുള്ളത് 2 പേരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് നമ്മുടെ സൂപ്പർവൈസറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, മറ്റൊന്ന് നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കേട്ടോ. എളുപ്പമാണ്, നമുക്ക് നോക്കാം. മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. താഴെ തന്നിരിക്കുന്നവര് സൂപ്പർവൈസറുടെ ഡ്യൂട്ടി ഏതാണ്, മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടി ഏതാണ്, അത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ, duties and responsibilities of staff, that means supervisor. Duties of supervisors are to make sure that staff in their charge receive appropriate training specific to the compressed gases they handle and use. അതെ, അദ്ദേഹം ഒരു സൂപ്പർവൈസർ ആണ്. അപ്പൊ സൂപ്പർവൈസറിന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റാഫുകള് അല്ലെ, ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസസ് ഒക്കെ കൈകാര്യം ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് അത് കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇൻചാർജിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക്, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഗ്യാസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അവർക്കത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശരിയായിട്ടുള്ള ട്രെയിനിങ്ങുകള്, പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെ പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ട്രെയിനിങ് കൊടുക്കണം. അതിനുശേഷം മാത്രമേ അവരത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വിടാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? Make sure that compressed gases are only for their intentional purpose and in accordance with the defined procedures and rules. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കംപ്രസ്ഡ് ഗ്യാസസും അതത് ഉപയോഗത്തിന് അനുയോജ്യമായിട്ടുള്ളതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതൊരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. ഒരു റീസസിറ്റേഷൻ പർപ്പസിന് കൊണ്ടുപോകുന്ന സിലിണ്ടർ ആണെങ്കിൽ അത് ഓക്സിജൻ സിലിണ്ടർ തന്നെയാണോ എന്നുള്ളത് ഉറപ്പാക്കണം. ഇനി നമ്മളൊരു ഇൻസഫ്ലേറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്, അത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണോ, അതേ സിലിണ്ടർ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതൊക്കെ ഒരു സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. Make sure that compressed gases are only for their intentional purpose and in accordance with the defined procedures and rules. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, റൂൾസ് പ്രകാരം തന്നെയാണ് ആ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതും സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്തത് എന്താണ്?
മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കണ്ടോ, SDS നമ്മൾ SDS എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മെറ്റീരിയൽ എടുത്ത് മാറ്റിയിട്ട് SDS ആക്കി കഴിഞ്ഞാൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ദാറ്റ് ഈസ് അപ്ലിക്കബിൾ എമർജൻസി റെസ്പോൺസ് പ്ലാൻ, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ERP എന്താണ് ഫുൾ ഫോം, എമർജൻസി റെസ്പോൺസ് പ്ലാൻ or other relevant literature is made quickly available to staff. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്റ്റാഫുകൾ, അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ, അതെന്ന് പറഞ്ഞാൽ എമർജൻസി റെസ്പോൺസ് പ്ലാനിന്റെ ഭാഗമാണ് അല്ലെ. എമർജൻസി റെസ്പോൺസ് പ്ലാനിന്റെ ഭാഗമാണ് എന്ത്, സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെ. പെട്ടെന്നൊരു എമർജൻസി ഒക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് സേഫ്റ്റി ഡാറ്റ ഷീറ്റിലൂടെയാണ് ലഭിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് it is applicable for the emergency response plan and other relevant literature. അതായത് ആ മെഡിക്കൽ ഗ്യാസുകള് എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം, സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, അവർക്ക് പരിശീലനം കൊടുക്കണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റി നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ, മറ്റുള്ള റിലവന്റ് ലിറ്ററേച്ചർ കാര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കണം. ആർക്ക് ലഭ്യമാക്കണം, സ്റ്റാഫുകൾക്ക് കൊടുക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്, സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പിന്നെന്താണ്, പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPE. അതുപോലെ അദ്ദേഹം എന്ത് ചെയ്യണം, സ്റ്റാഫുകൾക്ക് വേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. സ്റ്റാഫ് എന്നല്ല കേട്ടോ, സ്റ്റാഫ് എന്നാണ്, സ്റ്റാഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്റ്റാഫ് എന്നാണ് കേട്ടോ. പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. അതുപോലെ സ്റ്റാഫുകൾക്ക് വേണ്ട സൂപ്പർവിഷൻസ്, അവർക്ക് വേണ്ട മേൽനോട്ടം, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ആര് പ്രൊവൈഡ് ചെയ്യണം, സൂപ്പർവൈസർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, എൻഷുവർ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് adhere to applicable occupational health and safety regulations for the use of compressed gases കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾക്ക് വേണ്ടത്ര ആരോഗ്യം ഉണ്ടോ എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തണം. അതായത് ഒക്യുപേഷണൽ ഹെൽത്ത് എന്നാണ് പറയാ. എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള എന്താ പറയാ, മെഡിക്കൽ ഗ്യാസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ആരോഗ്യം ഉണ്ടായിരിക്കണം. കാരണം ഈ മെഡിക്കൽ ഗ്യാസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതുമൂലം ചില ബുദ്ധിമുട്ടുകൾ, അലർജിക് പ്രോബ്ലംസുകൾ, അങ്ങനെയൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് അത്തരം മെഡിക്കൽ ഗ്യാസുകളുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒക്യുപേഷണൽ ഹെൽത്ത്, തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു ആരോഗ്യം അവരുടെ സ്റ്റാഫുകൾക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആദ്യം തന്നെയാണ് സൂപ്പർവൈസറാണ്. അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അതുമൂലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ മാറ്റണം. അവരെ മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ നിയമിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാണ്, ഒരു സൂപ്പർവൈസർ ആണ്. ക്ലിയർ ആണല്ലോ. പിന്നെന്താണ്, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് to determine the cause and to develop apt preventive measures to lessen a recurrence. എന്താണ് പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ്. അതായത് നമ്മൾ ഈ കംപ്രസ്ഡ് ഗ്യാസസ് ഒക്കെ ഉപയോഗിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡൻസുകൾ, അതായത് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂലമായിട്ടൊക്കെ എന്തെങ്കിലും ഇൻസിഡന്റ് എന്ന് പറയുന്നത് പ്രതികൂലമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിക്കുക. അതുപോലെ ടു ഡിറ്റർമിൻ ദ കോസ്, അത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത് തിരിച്ചറിയാം. അതിനുശേഷം എന്താണ്, ടു ഡെവലപ്പ് ആക്ട് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ എ റിക്കറൻസ്, അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളും എടുക്കുക. ഇതൊക്കെ ഒരു സൂപ്പർവൈസർ ചെയ്യുന്ന കാര്യമാണ്. കാര്യം അങ്ങനെ എല്ലാം സേഫ് ആയിട്ട് നടക്കും. എങ്കിലും ഇപ്പൊ കംപ്രസ്ഡ് ഗ്യാസുകളൊക്കെ പോലെ എന്തെങ്കിലും ഇൻസിഡൻസുകളോ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, അതിന്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളൊക്കെ എടുക്കേണ്ടത് ഒരു സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്തത് എന്താണ്, കീപ് ആക്ട് റെക്കോർഡ്സ് relating to the handling and use of compressed gases that includes an up-to-date inventory, training records and the reported incidents. അതുപോലെ തന്നെ
നമ്മുടെ ഈ ഒരു കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ റെക്കോർഡുകളും അവിടെ എന്ത് ചെയ്തിരിക്കണം? കീപ്പ് ചെയ്തിരിക്കണം. ആര് ചെയ്യണം? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്തൊക്കെ റെക്കോർഡുകളാണ് നോക്കിയേ? ദാറ്റ് ഇൻക്ലൂഡ്സ് അപ് ടു ഡേറ്റ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ആണ് അല്ലെ? ഓക്കെ, അതായത് ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് ലെവല് രേഖപ്പെടുത്തുന്ന റെക്കോർഡുകള്. പിന്നെ ട്രെയിനിങ് റെക്കോർഡുകള്, നമ്മൾ സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കുന്ന പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകള്. അതുപോലെ റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകള്. ഇങ്ങനെയുള്ള എല്ലാ റെക്കോർഡുകളും സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? സൂപ്പർവൈസറിന്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത് എളുപ്പമുള്ള പോയിന്റുകളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾക്ക് വേണ്ട മേൽനോട്ടൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. ഓക്കെ, ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്നാണ് അവര് പറയുക. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചെറിയ സിസ്റ്റം അല്ലല്ലോ, വലിയൊരു സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് he will make sure that all the cylinders in the manifold rooms are okay. അതായത് ആദ്യം തന്നെ എന്ത് ചെയ്യണം? അദ്ദേഹം രാവിലെ വരുമ്പോൾ തന്നെ ഈ പറയുന്ന മാനിഫോൾഡ് റൂംസിലുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആര് ചെക്ക് ചെയ്യണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് രാവിലെ വരുമ്പോൾ തന്നെ. ഓക്കെ, പിന്നെന്താണ്? He will open the number of cylinders to ensure the correct pressure in the pipelines. നമ്മൾ മെഡിക്കൽ ഗ്യാസ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രഷർ അല്ലെ, ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ വാതകങ്ങളുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടുന്നത് അല്ലെ. അറൗണ്ട് ഒരു 75 kilo പാസ്കൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ മെഡിക്കൽ വാതകങ്ങളും ഒരു കൺസിസ്റ്റന്റ് പ്രഷർ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ പൈപ്പ് ലൈൻ സംവിധാനത്തിൽ ഒരു കറക്റ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ അതിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണം. അതായത് ഒരു കറക്റ്റ് ഒരു പ്രഷർ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്ത് വെക്കണോ അത് ചെയ്യേണ്ടത് ആരാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. He will open the number of cylinders to ensure the correct pressure in the pipelines. അടുത്ത പോയിന്റ് എന്താണ്? He will be using cylinders from one side of the manifold cylinders bank, right side or left side. അത് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ മാനിഫോൾഡ് സിസ്റ്റത്തിൽ പറയുമ്പോ രണ്ട് ബാങ്കുകളിലായിട്ട്, രണ്ട് സിസ്റ്റത്തിലായിട്ടാണ് നമ്മൾ സിലിണ്ടറുകൾ കീപ്പ് ചെയ്യുന്നത്. ഒരെണ്ണം മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് അറ്റേ ടൈമില് ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസ് ആണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മറ്റൊരു ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവരും അത് തന്നെയാണ് പറയുന്നത്. ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ അതിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള മെഡിക്കൽ വാതകങ്ങൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകളാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിപ്പോ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതോ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതോ വാട്ടെവർ മേ ബി, ഏതാണെന്ന് വെച്ചാൽ അവരുടെ സൗകര്യം അനുസരിച്ച്. പക്ഷെ അതേ ടൈമിൽ എപ്പോഴും ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള സിലിണ്ടറുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അത് എംപ്റ്റി ആയതിനു ശേഷം മാത്രമേ നമ്മൾ രണ്ടാമത്തെ സിസ്റ്റത്തിൽ നിന്നുള്ള സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതൊക്കെ ആര് നോക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ? അടുത്ത നോക്കിയേ, the cylinders of the other side should be dispatched as soon as all the cylinders of back to back are empty. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലെ, നിലവിൽ ഉപയോഗിക്കുന്ന ബാങ്കിലെ സിലിണ്ടറുകൾ കാലിയായതിനു ശേഷം മാത്രമേ നമ്മൾ അപ്പുറത്തെ ബാങ്കില് അല്ലെങ്കിൽ അപ്പുറത്തെ സിസ്റ്റത്തിൽ ഇരിക്കുന്ന സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്? He will check all cylinders for the leakage using soap water mixture.
കേട്ടോ. അതായത് എല്ലാ സിലിണ്ടറുകളുടെയും ലീക്കേജ് അദ്ദേഹം എങ്ങനെ ചെക്ക് ചെയ്യണം? സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാരണവശാലും നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ലീക്ക് ചെക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. പകരം എങ്ങനെ ചെക്ക് ചെയ്യാം? സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം. ഈ സോപ്പ് മിക്സ് ചെയ്തിട്ടേ, സോപ്പ് ഹാൻഡ് വാഷ് അതല്ലാതെ ശ്രീലക്ഷ്മി ബബിള് വരും അല്ലെ. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് ലീക്കേജ് ഉള്ള ഭാഗത്ത് ബബിൾസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അത് നോക്കി നമുക്ക് ലീക്കേജ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതാകുമ്പോ വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേസമയം നമ്മൾ നേക്കഡ് ഫ്ലെയിം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപകടം ഉണ്ടായി, ചിലപ്പോൾ അല്ല അപകടം ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ വേണം അവിടെ സിലിണ്ടറുകളുടെ ലീക്കേജ് ചെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. He will maintain a stock of needed instruments with him in the manifold room. അതുപോലെ തന്നെ മാനിഫോൾഡ് റൂമിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റുകള് സ്റ്റോക്ക് ചെയ്തിരിക്കണം. അത്യാവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ കൺട്രോൾ പാനൽ ഉണ്ട്, അലാം സിസ്റ്റങ്ങളുണ്ട്, പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ റിപ്പയറിംഗും മറ്റൊക്കെ ചെയ്യേണ്ടി വരും. അത്യാവശ്യം വേണ്ട ചില ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് സംഭവങ്ങളുണ്ട് മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് അല്ലെ. പ്രഷർ റെഗുലേറ്ററുകള്, കൺട്രോൾ പാനലുകള്, പൈപ്പ് ലൈൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ചില റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആരുടെ കയ്യിൽ വേണം? മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. He will maintain a stock of needed instruments with him in the manifold room. Okay. അടുത്തത് എന്താണ്? After checking the mini room, he has to take a round of the hospital to see all the outlets by him and to find out its exact functioning from the staff appointed there. Okay. അപ്പൊ അങ്ങനെ മാനിഫോൾഡ് റൂമിന് കംപ്ലീറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മൊത്തത്തിലൊന്ന് ഹോസ്പിറ്റല് റൗണ്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ടു സീ ഓൾ ദ ഔട്ട്ലെറ്റ്സ്. നമുക്കറിയാം ഔട്ട്ലെറ്റ്സിലൂടെയാണ് ഈ പറയുന്ന ഗ്യാസിന്റെ സപ്ലൈ വരുന്നത്, ഔട്ട്ലെറ്റ്സിലൂടെയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? മാനിഫോൾഡ് റൂമിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യണം? ഈ പറയുന്ന ഹോസ്പിറ്റൽ റൗണ്ട് ചെയ്ത് എല്ലാ ഔട്ട്ലെറ്റ്സുകളും അദ്ദേഹം ചെക്ക് ചെയ്യണം. കാരണം അവിടെ നിന്നാണ് ഗ്യാസ് സപ്ലൈ വരുന്നത്. അപ്പൊ ഔട്ട്ലെറ്റ്സുകളെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് എക്സാക്ട് ഫംഗ്ഷനിങ് ഫ്രം ദി സ്റ്റാഫ് അപ്പോയിന്റഡ്. എല്ലാവർക്കും ചെന്നെത്താൻ പറ്റിയില്ലെങ്കിൽ കൂടിയും അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് മുഖേന ഔട്ട്ലെറ്റുകളുടെ ഫംഗ്ഷനും മറ്റുമൊക്കെ അദ്ദേഹം മോണിറ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഓടിയെത്താൻ അദ്ദേഹത്തിന് പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്റ്റാഫുകൾ മുഖേന ഔട്ട്ലെറ്റ്സുകളൊക്കെ കൃത്യമാണോ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതും ആര് തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? He will repair or arrange to repair any deficiency in the outlets or in the pipeline that includes the main manifold. അതായത് നമ്മൾ ഈ പറയുന്ന മെയിൻ മാനിഫോൾഡ് റൂമിൽ ഉൾപ്പെടുന്ന പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്സുകളോ ഏതെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് റിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരിക്കണം. ഇങ്ങനെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ പെടുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മെയിൻ മാനിഫോൾഡ് റൂമിലെ പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, ഔട്ട്ലെറ്റ്സുകൾ ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സുകളും മറ്റും ചെയ്യേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അടുത്തത് he will place order for refilling of the cylinders in consultation with the authorized officer. അതുപോലെ കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ വരില്ലേ? അപ്പൊ കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതും ആര് തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. അദ്ദേഹം ഓടിപ്പോയി ചെയ്യല്ല. ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഓതറൈസ്ഡ് ഓഫീസർ. അതായത് ഓതറൈസ്ഡ് ഓഫീസർമാരുണ്ടാവുമല്ലോ, അവരോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഈ കാലിയായിട്ടുള്ള സിലിണ്ടറുകള് റീഫില് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് he will also look after of the nitrous cylinders in the operation theaters if there is no central supply of this gas, and he will also make sure that the supply of oxygen in another areas without central pipeline. വേറൊന്നുമില്ല. അതായത് ഇപ്പൊ ചിലപ്പോൾ സെൻട്രൽ പൈപ്പ് ലൈൻ എത്തിപ്പെടാത്ത ചില ഏരിയകൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ഏരിയകളിൽ ഇപ്പൊ ഓക്സിജനോ അല്ലെങ്കിൽ ഇപ്പൊ നൈട്രജൻ ഗ്യാസോ ഒക്കെ എത്തിക്കണമെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടതും മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്.
ഇപ്പൊ എല്ലായിടത്തും പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ എത്തിക്കാൻ പറ്റും. ഇനി എത്തിപ്പെടാത്ത ചില ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ ഉണ്ടാവും. എല്ലായിടത്തും പൈപ്പ് ലൈൻ സംവിധാനങ്ങളിൽ ഉണ്ടാവും. ഇനി അങ്ങനെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിൽ എത്തിപ്പെടാത്ത ഏതെങ്കിലും ഏരിയകൾ, ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏരിയകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ആൾട്ടർനേറ്റീവ് സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. പൊതുവെ എല്ലായിടത്തും ഉണ്ടാവും, എല്ലാ ഏരിയയിലേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും. ഇൻ കേസ് എത്തിക്കാൻ പറ്റാത്ത വല്ല സിറ്റുവേഷൻ, ഇപ്പൊ പൈപ്പ് ലൈനിൽ വല്ല കേടുപാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഓക്സിജൻ സിലിണ്ടർ അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ സിലിണ്ടർ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൾട്ടർനേറ്റീവ് സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കിയേ, ഹി വിൽ ആൾസോ ഹെൽപ്പ് OT ടെക്നീഷ്യൻ. OT എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബോയിൽസ് മെഷീൻ. അപ്പൊ നിങ്ങൾക്ക് സംശയം, എന്താണ് ഈ ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻസ്, അനസ്തെറ്റിക് ഗ്യാസുകള് അതുപോലെ തന്നെ ഓക്സിജൻ ഗ്യാസുകളൊക്കെ വിതരണം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഡിവൈസ് ആണ് കേട്ടോ. ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. വെറുതെ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി, എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന അനസ്തെറ്റിക് ഗ്യാസുകള് ഓക്സിജൻ ഒക്കെ ഡെലിവർ ചെയ്യാനായിട്ട് പൊതുവെ നമ്മൾ ഈ വെന്റിലേറ്ററിന്റെ ഒക്കെ കൂടെ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് എന്ത്? ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ബോയിൽസ് മെഷീൻ എന്താണെന്ന് മനസ്സിലായോ? അതായത് അനസ്തെറ്റിക് ഗ്യാസുകള്, ഓക്സിജൻ ഗ്യാസുകളൊക്കെ പേഷ്യൻസിന് ഡെലിവർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, പൊതുവെ വെന്റിലേറ്ററിന്റെ ഒക്കെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ബോയിൽസ് മെഷീൻ. അപ്പോ ഇതിൽ പറയുന്നത് ഇത്തരം ബോയിൽസ് മെഷീനൊക്കെ മെയിൻ്റനൻസും മറ്റും നടത്തുന്നതിനായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ സഹായിക്കേണ്ടതും അത് തന്നെയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഹി വിൽ ആൾസോ ഹെൽപ്പ് OT ടെക്നീഷ്യൻ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബോയിൽസ് മെഷീൻ. അടുത്ത പോയിന്റ് എന്താണ്? ആൾട്ടറിംഗ് ദ വാർഡ്സ് സിലിണ്ടർ ഈസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. ഇപ്പൊ വാർഡുകളിൽ സിലിണ്ടറുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടതും സിലിണ്ടറുകളൊക്കെ മാറ്റി വെക്കുന്നതിനൊക്കെ ഉള്ള ഡ്യൂട്ടി ആർക്കാണുള്ളത്? മാനിഫോൾഡ് ഓപ്പറേറ്റർക്കാണ് ഉള്ളത്. ഓക്കെ, ആൾട്ടറിംഗ് ദ വാർഡ്സ് സിലിണ്ടർ ഈസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. വാർഡുകളിലൊക്കെയുള്ള സിലിണ്ടറുകൾ മാറ്റേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അടുത്തത് എന്താണ്? ഓൾ ദ മേജർ പ്രോബ്ലംസ് ആർ ടു ബി ബ്രോട്ട് ടു ദ അഡ്മിനിസ്ട്രേറ്റീവ്. ഇനി നമ്മുടെ ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ മേജർ പ്രോബ്ലംസ് ആയിക്കോട്ടെ മൈനർ പ്രോബ്ലംസ് ആയിക്കോട്ടെ എല്ലാം തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരേണ്ടതും അത് തന്നെയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. മൈനർ പ്രശ്നങ്ങളൊക്കെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററിനെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അത് തന്നെയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാനിക്കാം കേട്ടോ. അപ്പോ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മെസ്സേജ് ചെയ്താൽ കേട്ടോ. ഓക്കെ, ചാപ്റ്റർ ഇപ്പൊ ക്ലിയർ അല്ലേ? അതിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട്. ആ തുടക്ക ഭാഗങ്ങളിൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ ഗ്യാസുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ കമ്പോണന്റുകള്, കളർ കോഡ്, അതുവരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലാന്നല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റെഗുലേറ്റർ എന്താണെന്ന് നോക്കി വെക്കണം കേട്ടോ. എന്താണ് റെഗുലേറ്റർ? അത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. റെഗുലേറ്റർ എന്താണെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ എന്താണ് ബോയിൽസ് മെഷീൻ, അതൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി, സൂപ്പർവൈസറുടെ ഡ്യൂട്ടി, അതൊക്കെ ഒന്ന് നോക്കി കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചാപ്റ്റർ ഉണ്ട്. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ വെള്ളിയാഴ്ച. അപ്പൊ ശരി കേട്ടോ, താങ്ക് യു.